നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് കോഷി ഗോർസാറ്റ് തിയറം ഫോർ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ആയിരുന്നു. അതായത് ആ തിയറം യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണെങ്കിൽ, സപ്പോസ് ദ ഫങ്ഷൻ എഫ് ഈസ് അനലിറ്റിക് അറ്റ് ഓൾ പോയിൻറ്റ്സ് വിത്തിൻ ആൻഡ് ഓൺ സി, അതായത് ഈ ഒരു സി എന്നുള്ള കോണ്ടൂറിലും അതിൻ്റെ ഉള്ളിലുള്ള പാർട്ട്, ഈ പാർട്ടിൽ മൊത്തം ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈ തിയറം യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഡയറക്റ്റ് എഴുതാം, ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, 0 ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് എഫ് ഓഫ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ്റെ അനലിറ്റിസിറ്റി ഒരു സി എന്നുള്ള കോണ്ടൂറിൻ്റെ ഉള്ളിൽ കുറച്ച് പോയിൻറ്റ്സിൽ അനലിറ്റിസിറ്റി പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇൻ്റഗ്രൽ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വിതിൻ ആൻഡ് ഓൺ സി മൊത്തം എന്താണ്? ഫംഗ്ഷന് അനലിറ്റിസിറ്റി വരുന്നുണ്ട്. ദെൻ സി എന്നുള്ള കോണ്ടൂറിൻ്റെ ഉള്ളിൽ കുറച്ച് പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ അനലിറ്റിസിറ്റി പോവുകയാണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് കോഷി ഗോർസാറ്റ് തിയറം ഫോർ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിൻ പറയുന്നത്. അപ്പോൾ തിയറം എന്താണ് പറയുന്നത് നോക്കാം. സപ്പോസ് C1, C2, etc. Cn are simple closed contours with a positive orientation such that C1, C2, etc. Cn are interior to C, but the regions interior to each Ck, k equal to 1 to etc. n have no points in common. അതായത് ഇവിടെ എങ്ങനെയാണ്? നമുക്ക് C1, C2, etc. Cn ഒക്കെ എന്താണ്? സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർസ് ആണ്. ദെൻ ഓരോന്നിനും എന്താണ്? പോസിറ്റീവാണ് ഓറിയൻറ്റേഷൻ പോസിറ്റീവ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡയറക്ഷൻ, അതായത് ആ കർവിൽ ഇൻക്രീസിങ് ഡയറക്ഷൻ. കർവിന് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ പാരാമീറ്റർ, ഇപ്പം നമ്മൾ ടി ആണ് പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. ടിയുടെ ഇൻക്രീസിങ് ഡയറക്ഷൻ എന്താണ്? പോസിറ്റീവാണ് ഓറിയൻറ്റേഷൻ, അതായത് ഇൻക്രീസിങ് ഡയറക്ഷൻ എന്താണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പം നമുക്ക് സി എന്നുള്ള ഒരു കോണ്ടൂർ എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സി എന്നുള്ള കോണ്ടൂർ, കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഡയറക്ഷൻ. ദെൻ C1, C2, etc. Cn കോണ്ടൂർസ് ആണ്. ഇതൊക്കെ സിയുടെ ഇൻറ്റീരിയർ പാർട്ടിലാണ്. ബട്ട് റീജിയൻസ് ഇൻറ്റീരിയർ ടു ഇച്ച് സി കെ ഈക്വൽ ടു 1 to etc. n ഹാവ് നോ പോയിൻറ്റ്സ് ഇൻ കോമൺ. അതായത് സിയുടെ ഉള്ളിലാണ് ഓരോ C1, C2, etc. Cn കിടക്കുന്നത്. ഓരോന്നിനും പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആണ്. ദെൻ ഈ C1, C2, etc. Cn എന്തില്ല? പോയിൻറ്റ്സ് കോമൺ ആയിട്ടില്ല. അപ്പോൾ C1, C2, etc. Cn ഇതൊക്കെ കോണ്ടൂർസ് ആണ്. ദെൻ ഫംഗ്ഷൻ്റെ അനലിറ്റിസിറ്റി എങ്ങനെയാണ് പറയുന്നത്? എഫ് ഈസ് അനലിറ്റിക് ഓൺ ഈച്ച് കോണ്ടൂർ ആൻഡ് അറ്റ് ഈച്ച് പോയിൻറ്റ് ഇൻറ്റീരിയർ ടു സി ബട്ട് എക്സ്റ്റീരിയർ ടു ഓൾ ദ സി കെ ഈക്വൽ ടു 1 to etc. n. എഫിന് എവിടെ അനലിറ്റിസിറ്റി വേണ്ടു? എഫ് എന്നുള്ളതിന് ഓൺ ഈച്ച് അറ്റ് ഓൾ ഫംഗ്ഷൻ ഹാസ് അനലിറ്റിസിറ്റി അറ്റ് ഓൾ പോയിൻറ്റ്സ് ഇൻറ്റീരിയർ ടു സി ആൻഡ് ഓൺ ഈച്ച് കോണ്ടൂർ C1, C2, etc. Cn, but it need not be analytic at points interior to each CK. അതായത് സി കെയുടെ ഉള്ളിൽ എന്ത് വേണമെന്നില്ല? ഫംഗ്ഷൻ അനലിറ്റിസിറ്റി വേണമെന്നില്ല. സി കെയുടെ പുറത്തും സി കെയുടെ ഒക്കെ മുകളിലും, അതായത് C1 for k equal to 1 to etc. n ആണ് ഫംഗ്ഷൻ അനലിറ്റിസിറ്റി വേണ്ടത് സിയുടെ ഇൻറ്റീരിയറിലും. അപ്പോൾ ഏത് പാർട്ടിലെ അനലിറ്റിസിറ്റി വരുന്നുള്ളൂ? ഈ ഒരു പുറത്ത് മാത്രം, സി കെക്ക് പുറത്ത് സിയുടെ ഉള്ളിൽ, ദെൻ സി കെയുടെ ബൗണ്ടറിയിലും എന്ത് വരുന്നുണ്ട്? ഫംഗ്ഷന് അനലിറ്റിസിറ്റി വരുന്നുണ്ട്. അപ്പോൾ അനലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് എവിടെ വരാം? ഈ C1, C2, etc. Cn ഒക്കെ ഉള്ളിലുള്ള പോയിൻറ്റ്സിൽ എന്ത് വേണമെന്നില്ല? ഫംഗ്ഷൻ അനലിറ്റിസിറ്റി വേണമെന്നില്ല. ദെൻ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്താണെന്നാണ് പറയുന്നത്? സിഗ്മ k ഈക്വൽ ടു 0 to n ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി കെ എഫ് ഓഫ് സെഡ് ഡി സെഡ്. ദെൻ ഇതാണ് കോഷി ഗോർസാറ്റ് തിയറം ഫോർ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിൻസ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ ഒരു കൊറോളറിയാണ്, പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്സ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ലെറ്റ് സി ആൻഡ് C1 denote two positively oriented simple closed contours where C1 is interior to C എന്നുള്ള ഒരു ക്ലോസ്ഡ് കോണ്ടൂർ ഉണ്ട്. ദെൻ C1 എന്താണ്? ഇൻറ്റീരിയർ ടു സി ആണ്. ഇത് രണ്ടും പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആണ്. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനലിറ്റിക് ഇൻ ക്ലോസ്ഡ് റീജിയൻ കൺസിസ്റ്റിംഗ് ഓഫ് ദീസ് കോണ്ടൂർസ് ആൻഡ് ഓൾ പോയിൻറ്റ്സ് ബിറ്റ്വീൻ ദം. ഈ കോണ്ടൂറിലെ പോയിൻറ്റ്സും ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലുള്ള പോയിൻറ്റ്സും, അതായത് ഈ ഒരു പാർട്ടിൽ എന്താണ്?
ഫംഗ്ഷന് അനലിറ്റിസിറ്റി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്താണ്? ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ്. ഇതിനെയാണ് നമുക്ക് അതായത് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ റീജിയൻ ഏതാണ്? ഫംഗ്ഷൻ അനലിറ്റിസിറ്റി വരുന്ന റീജിയൻ ഏതാണ്? ഒരു ഹോളുണ്ട് അല്ലേ? ഈ ഒരു റീജിയനിൽ ഒരു ഹോളുണ്ട്. ഇത് നമുക്ക് ഹോളാണ്, ഇത് ഹോളാണ്, ഈ ഒരു ഹോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് കോഷി ഗോർസാറ്റ് തിയറം ഫോർ ഡബ്ലി കണക്റ്റഡ് ഡൊമെയിൻ എന്ന് പറയാം. നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞ C1 C2 എക്സെട്ര CN എന്നുള്ള കോണ്ടൂർസ് ഉള്ളിൽ വരുന്ന C എന്നുള്ളൊരു കോണ്ടൂർ പറഞ്ഞു അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് C1 C2 എക്സെട്ര CN ഒക്കെ ഹോൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്താണ്? അത് മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിൻ, N ഹോൾസ് ഉള്ള കേസ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഒറ്റ ഹോളുള്ള കേസാണ്. ഇതിനെ കോഷി ഗോർസാറ്റ് തിയറം ഫോർ ഡബ്ലി കണക്റ്റഡ് ഡൊമെയിൻ എന്ന് പറയാം. ഇതിനെയാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്സ് എന്ന് പറയുന്നത്. അതായത് ആദ്യം നമ്മുടെ കോണ്ടൂർ എന്തായിരുന്നു? C എന്നുള്ള ഒരു കോണ്ടൂറായിരുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് C1 എന്നുള്ള ഒരു കോണ്ടൂർ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയനിൽ സിയുടെയും C1ൻ്റെയും ഉള്ളിലുള്ള റീജിയനിൽ എന്താണ്? ഫംഗ്ഷൻ അനലിറ്റിസിറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി നമുക്ക് ഇൻ്റഗ്രൽ ഓവർ C എഫ് ഓഫ് സെഡ് ഡി സെഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് ചെയ്താൽ മതി. അതായത് C എന്നുള്ള കോണ്ടൂറിനെ അനലറ്റിക് ആയിട്ടുള്ള ഒരു റീജിയനിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ചുരുക്കിയിട്ട് എന്ത് ചെയ്യണു? സിയിലേക്ക് കൊണ്ടുവരണു. അതായത് ഇങ്ങനെ C എന്നുള്ള കോണ്ടൂറിനെ അനലറ്റിക്കായ റീജിയനിലൂടെ, അതായത് ഇതിൻ്റെ ഇടയിലത്തെ റീജിയനിൽ അനലറ്റിക് ആണ്. അപ്പോൾ നമുക്ക് സീനെ ഡീഫോം ചെയ്ത് കുഞ്ഞിതാക്കി കൊണ്ടുവന്നിട്ട് C1 ആക്കി മാറ്റാം അല്ലേ? അപ്പോൾ C എന്നുള്ള കോണ്ടൂറിനെ ഡീഫോം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണു? C1 ആക്കി മാറ്റണം. പക്ഷേ അത് ഏത് റീജിയനിലാണ്? അനലറ്റിക് ആയിട്ടുള്ള റീജിയനിൽ കൂടെയാണ് ഡീഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ ഓവർ C എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നതും ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്സ് എന്ന് പറയുന്നത്. സിൻസ് ഇറ്റ് ടെൽസ് ഇഫ് C ഈസ് കണ്ടിന്യൂസ്ലി ഡിഫോംഡ് ഇൻ ടു C1 ഓൾവേസ് പാസിംഗ് ത്രൂ പോയിൻറ്റ്സ് അറ്റ് വിച്ച് F ഈസ് അനലറ്റിക് ദെൻ ദ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ ഓഫ് F ഓവർ C നെവർ ചേഞ്ചസ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്സ്. ഇതെന്ന് പറയുന്നത് മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിൻ കേസിൽ കോഷി ഗോർസാറ്റ് തിയറത്തിൽ എന്നിൻ്റെ വാല്യൂ 1 ആവുന്ന കേസ്, അതായത് ഡബ്ലി കണക്റ്റഡ് ഡൊമെയിൻ്റെ കേസാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്സ് വരുന്നത്. ദെൻ പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C ഡി സെഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1 വേർ C ഈസ് എ സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 3. അപ്പം നമുക്കിവിടെ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. നമ്മുടെ എഫ് ഓഫ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? 1 ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1 ആണ്. ഈ ഫംഗ്ഷൻ്റെ അനലറ്റിസിറ്റി ഏതൊക്കെ പോയിൻറ്റ്സിലാണ് പോവണത് നോക്കാം. ഫംഗ്ഷൻ അനലറ്റിക് അല്ലാതെ വരെ ഏതാണ്? ഡിനോമിനേറ്റർ 0 ആവണ പോയിൻറ്റ്സ്. അപ്പോൾ സെഡ് സ്ക്വയർ പ്ലസ് 1 0 ആവണ പോയിൻറ്റ്സ്. സെഡ് സ്ക്വയർ പ്ലസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം? സെഡ് മൈനസ് I ഇൻറ്റു സെഡ് പ്ലസ് I. ദെൻ സെഡ് സ്ക്വയർ പ്ലസ് 1 0 ആവണ പോയിൻറ്റ്സ് ഏതാണ്? സെഡ് മൈനസ് I ഇൻറ്റു സെഡ് പ്ലസ് I 0 ആവണ പോയിൻറ്റ്സ്. അതായത് സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് I. ഈ രണ്ട് പോയിൻറ്റ്സിലാണ് എന്ത് വരിക? ഫംഗ്ഷന് അനലറ്റിസിറ്റി വരിക. ദെൻ കോഷി ഗോർസാറ്റ് തിയറം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ സർക്കിൾ കോണ്ടൂർ എന്താണ്? C എന്നുള്ളതാണ് അല്ലേ? C എന്നുള്ള കോണ്ടൂർ മോഡ് സെഡ് ഈക്വൽ ടു 3 ആണ്. 3 റേഡിയസും സെൻറ്റർ അറ്റ് ഒറിജിനുള്ള ഒരു സർക്കിളാണ്. 3 ആണ് ഇതിൻ്റെ റേഡിയസ് വരിക. അപ്പോൾ ഇവിടെ 3 എന്നുള്ള പോയിൻ്റ് -3, ദെൻ 3I -3I. ദെൻ ഇവിടെ അനലറ്റിസിറ്റി പോണ പോയിൻറ്റ്സ് വിതിൻ ആൻഡ് ഓൺ ദിസ് സർക്കിൾ എഫ് അനലറ്റിക് ആണെങ്കിൽ നമുക്ക് കോഷി ഗോർസാറ്റ് തിയറം വെച്ചിട്ട് എന്ത് പറയാം? ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ 0 ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ 0 ആണോ വരിക? മോഡ് സെഡ് ഈക്വൽ ടു 3 ആണ് നമ്മുടെ സർക്കിൾ. അപ്പോൾ ഇവിടുത്തെ അനലറ്റിസിറ്റി പോണ പോയിൻറ്റ്സ് I ആൻഡ് -I ആണ്. I എന്നുള്ള പോയിൻറ്റും -I എന്നുള്ള പോയിൻറ്റും. അപ്പോൾ ഇത് സർക്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കണേ. അപ്പോൾ നമുക്ക് കോഷി ഗോർസാറ്റ് തിയറം വെച്ച് ഇൻ്റഗ്രൽ പറയാൻ പറ്റില്ല, 0 ആണെന്ന് പറയാൻ പറ്റില്ല. ദെൻ അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യണത് ഒരു മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിനിലേക്ക് കോഷി ഗോർസാറ്റ് തിയറത്തിനെ എക്സ്റ്റെൻഡ് ചെയ്ത കേസാണ്. അപ്പം നമുക്കിവിടെ നോക്കാം. അതായത് ഇത് നമ്മുടെ സർക്കിൾ C എന്നുള്ള സർക്കിൾ 3 റേഡിയസ് ഉള്ള സർക്കിൾ അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ദെൻ ഈ ഒരു സർക്കിൾ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇതിനെ നമുക്ക് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ എടുത്തു, C എന്നുള്ള സർക്കിൾ എടുത്തു. ദെൻ C1 ആൻഡ് C2 നമുക്ക് ആ തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് Cക്ക് ഓറിയൻറ്റേഷൻ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ കൊടുത്തു. ദെൻ I ആൻഡ് -I എന്നുള്ള പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതാണ് I എന്നുള്ള പോയിൻ്റ്, ഇതാണ് -I എന്നുള്ള പോയിൻ്റ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ അനലറ്റിസിറ്റി വരുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണു? നമ്മൾ രണ്ട് സർക്കിൾസ് കൺസിഡർ ചെയ്യുകയാണ്, C1 ആൻഡ് C2.
C1 നമ്മൾ 1/2 റേഡിയസ് ഉള്ള രണ്ട് സർക്കിൾസ് ആണ്. ഒന്നിൻ്റെ സെൻറ്റർ ഐയും ഒന്നിൻ്റെ സെൻറ്റർ -i ആക്കിക്കൊണ്ട് C1 C2 എടുക്കണം. 1/2 റേഡിയസ് ചൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് സർക്കിൾസ്, അതായത് കോമൺ പോയിൻറ്റ്സ് വരാൻ പറ്റില്ല, അതിനനുസരിച്ച് റേഡിയസ് നമുക്ക് ചൂസ് ചെയ്യാം. ദെൻ C1 C2 രണ്ടിനും നമ്മൾ ഓറിയൻറ്റേഷൻ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ തന്നെ കൊടുക്കുകയാണ്. ദെൻ C1ൻ്റെ ഇക്വേഷൻ എന്താണ്? മോഡ് സെറ്റ് മൈനസ് i ഈക്വൽ ടു 1/2. C2ൻ്റെ ഇക്വേഷൻ മോഡ് സെറ്റ് പ്ലസ് i ഈക്വൽ ടു 1/2. ദെൻ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് സെറ്റ് എന്നുള്ള ഫംഗ്ഷന് ഈ രണ്ട് പോയിൻറ്റ്സ്, ഈ രണ്ട് C1ൻ്റെയും C2ൻ്റെയും ഉള്ളിലുള്ള രണ്ട് പോയിൻറ്റ്സിൽ മാത്രമേ അനലിറ്റിസിറ്റി പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് അനലിറ്റിക് അറ്റ് ഓൾ പോയിൻറ്റ്സ് ഇൻറ്റീരിയർ ടു C ആൻഡ് ഓൺ C1 ആൻഡ് C2 ആൻഡ് എക്സ്റ്റീരിയർ ടു C1 ആൻഡ് C2. അതായത് C1ൻ്റെയും C2ൻ്റെയും ഉള്ളിൽ ഫംഗ്ഷൻ അനലിറ്റിസിറ്റി വരണമെന്നില്ല. കോഷി ഗോർസാറ്റ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഷെയ്ഡഡ് ആയിട്ടുള്ള ഈ ഒരു റീജിയൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിൽ മൊത്തം എന്താണ്? ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അതായത് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു 1/z² + 1 ഈസ് അനലിറ്റിക് ഓൺ ഈച്ച് കോണ്ടൂർ ആൻഡ് അറ്റ് ഈച്ച് പോയിൻറ്റ് ഇൻറ്റീരിയർ ടു C ബട്ട് എക്സ്റ്റീരിയർ ടു ബോത്ത് C1 ആൻഡ് C2. ദെൻ ബൈ കോഷി ഗോർസാറ്റ് തിയറം ഫോർ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിൻ. ഇവിടെ രണ്ട് ഹോൾസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിൻ n ഈക്വൽ ടു 2ൻ്റെ കേസാണ്. അപ്പോൾ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ബൈ കോഷി ഗോർസാറ്റ് തിയറം ഫോർ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C dz by z² + 1 is equal to എന്ത് എഴുതാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C1 dz by z² + 1 പ്ലസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C2 dz by z² + 1. ദെൻ ഇനി നമുക്ക് ഈ രണ്ട് ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യണം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C1 dz by z² + 1ഉം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C2 dz by z² + 1ഉം ഇവാലുവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യണം. 1/z² + 1ന് നമുക്ക് എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് എഴുതാം? 1/z² + 1ന് എങ്ങനെ എഴുതാം? a/z + i പ്ലസ് b/z - i എന്ന് എഴുതാം. ദെൻ അതായത് ഈ z² + 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിനെ നമുക്ക് z + i × z - i എന്ന് എഴുതാം. അതുകൊണ്ടാണ് നമ്മൾ a/z + i പ്ലസ് b/z - i എന്ന് 1/z² + 1ന് എഴുതിയത്. ഇനി ഈ എയും ബിയും എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാം. അതായത് ദിസ് ഇസ് ഈക്വൽ ടു എന്തെഴുതാം? a × z - i പ്ലസ് b × z + i. ദെൻ ടേക്ക് z is equal to i. z-ന് i എന്ന് കൊടുത്താൽ എന്താണ് കിട്ടുക? അല്ല, വി ഹാവ് a × z - i പ്ലസ് b × z + i എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് 1/z² + 1 എന്ന് പറയുന്നത് a × z - i പ്ലസ് b × z + i ഡിവൈഡഡ് ബൈ z² + 1 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിനെ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 1 is equal to എന്ത് കിട്ടും? 1 is equal to a × z - i പ്ലസ് b × z + i. 1 is equal to a × z - i പ്ലസ് b × z + i. ഇനി ഇതിൽ എയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് പിടിക്കാം? സെഡിന് i എന്ന് കൊടുക്കുക. സെഡിന് i എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? 1 is equal to b × 2i. സോ b is equal to 1/2i. ദെൻ z is equal to -i എന്ന് കൊടുക്കുക. z is equal to -i എന്ന് കൊടുത്താൽ എന്താ കിട്ടുക? 1 is equal to -2ia എന്ന് കിട്ടും. സോ വി ഹാവ് a is equal to -1/2i. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് 1/z² + 1നെ എങ്ങനെ എഴുതാം? a/z - i പ്ലസ് a/z + i പ്ലസ് b/z - i എന്നല്ലേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ? 1 divided by z² + 1 is equal to a/z + i പ്ലസ് b/z - i എന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എയുടെ വാല്യൂ ആണ് നമുക്ക് -1/2i കിട്ടിയത്. അപ്പോൾ -1/2i ഡിവൈഡഡ് ബൈ z + i പ്ലസ് ബിയുടെ വാല്യൂ നമുക്ക് 1/2i കിട്ടി. 1/2i ഡിവൈഡഡ് ബൈ z - i. നമുക്ക് 1/z² + 1ന് 1/2i by z - i മൈനസ് 1/2i by z + i എന്ന് എഴുതാം. അതായത് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. ദെൻ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതിൽ 1/2i കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. 1/2i ഇൻറ്റു 1/z - i മൈനസ് 1/z + i. ദെൻ
1 by z square plus 1 നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി. ഇനി ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? 1 by 2y ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ c1 1 by z minus i minus 1 by z plus i dz plus 1 by 2y closed integral over c2 1 by z minus i minus 1 by z plus i dz. അതായത് നമ്മളിവിടെ യൂസ് ചെയ്തത് ഈ ഒരു ഫോർമുലയാണ്. 1 by z സ്ക്വയർ പ്ലസ് 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, അത്രയേ ഉള്ളൂ. അത് ഇത് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തത്. Then that is equal to എങ്ങനെ എഴുതാം? 1 by 2y closed integral over c1 1 by z minus i dz minus 1 by 2y closed integral over c1 1 by z plus i dz plus 1 by 2y closed integral over c2 1 by z minus i dz minus 1 by 2y closed integral over c2 1 by z plus i dz. അപ്പോൾ 4 ടേംസിൻ്റെ സം ആയിട്ടാണ് നമുക്കിവിടെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1 കിട്ടിയത്. ദെൻ നമുക്കിനി ഈ 4 ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ c1 1 by z പ്ലസ് ഐ ഡി സെഡ് ഈ ഒരു ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യാം. ഇതെന്തായിരിക്കും വരിക? c1 എന്നുള്ള സർക്കിൾ നമുക്കറിയാം. c1 എന്നുള്ള സർക്കിൾ എന്താണ്? c1 എന്നുള്ള സർക്കിൾ i സെൻറ്ററായിട്ട് 1/2 റേഡിയസ് ഉള്ള സർക്കിളാണ്. ദെൻ നമ്മളിവിടെ ഫംഗ്ഷൻ 1 by z plus i കൺസിഡർ ചെയ്യുക. ഈ 1 by z plus i എന്നുള്ള ഫംഗ്ഷന് അനലിറ്റിസിറ്റി പോണത് എവിടെയാണ്? z ഈക്വൽ ടു മൈനസ് i ഈ പോയിന്റിലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1 by z plus i ഈസ് അനലിറ്റിക് അറ്റ് ഓൾ പോയിൻറ്റ്സ് വിത്തിൻ ആൻഡ് ഓൺ c1. അതായത് ഈ c1 എന്നുള്ള കോണ്ടൂറിൻ്റെ വിത്തിൻ ആൻഡ് ഓൺ എന്താണ്? 1 by z plus i അനലിറ്റിക് ആണ്. ദെൻ ബൈ കോഷി ഗോർസാറ്റ് തിയറം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ c1 1 by z plus i dz എന്തായിരിക്കും? കോഷി ഗോർസാറ്റ് തിയറം. ദിസ് ഈസ് 0 സിംപ്ലി കണക്റ്റഡ് ഡൊമെയിനിലെ കോഷി ഗോർസാറ്റ് തിയറമാണ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ c1 1 by z plus i dz ഈസ് 0. അതായത് 1 by z plus i ഈസ് അനലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ c1. Hence closed integral over c1 1 by z plus i dz is 0. Then next നമ്മൾ കൺസിഡർ ചെയ്യുന്നത് closed integral over c2 1 by z minus i dz. Then ഇവിടുത്തെ നമ്മൾ c2 എന്നുള്ള സർക്കിൾ എന്താണ്? c2 എന്നുള്ളത് മൈനസ് i സെൻറ്റർ ആക്കിക്കൊണ്ടുള്ള 1/2 റേഡിയസ് ഉള്ള സർക്കിളാണ് c2. Then 1 by z minus i എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന് അനലിറ്റിസിറ്റി പോണ പോയിൻ്റ് ഏതാണ്? ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിൻ്റ്, അതായത് i എന്നുള്ള പോയിൻ്റ്. അതായത് ഈ ഒരു പോയിന്റിലാണ് ഈ ഒരു ഫംഗ്ഷൻ 1 by z minus iക്ക് അനലിറ്റിസിറ്റി പോണത്. നമുക്ക് എന്ത് പറയാം? ദ ഫംഗ്ഷൻ 1 by z minus i ഈസ് അനലിറ്റിക് അറ്റ് ഓൾ പോയിൻറ്റ്സ് വിതിൻ ആൻഡ് ഓൺ c2. Then by Cauchy Goursat theorem closed integral over c2 1 by z minus i dz എന്തായിരിക്കും? 0 ആയിരിക്കും. വിത്തിൻ ആൻഡ് ഓൺ c2 ഫംഗ്ഷൻ 1 by z minus i എന്താണ്? അനലിറ്റിക് ആണ്. സോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ c2 1 by z minus i dz ഈസ് 0. അതാണ് ഇവിടെ പറഞ്ഞത്. ദ ഫംഗ്ഷൻ 1 by z minus i ഈസ് അനലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ c2. ദെൻ ബൈ Cauchy Goursat theorem ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ c2 1 by z minus i dz ഈസ് 0. അപ്പം നമുക്ക് ഇവിടുത്തെ ഈ ഒരു 4 ഇൻ്റഗ്രൽസിൻ്റെ ടേംസ് വന്നതിൽ 2 ടേംസും 0 ആണെന്ന് കിട്ടി. അതായത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ c1 1 by z plus i dz 0 ആണ്. അതേമാതിരി ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ c2 1 by z minus i dz എന്താണ്? 0 ആണ്. അപ്പോൾ ഈ 2 ടേംസ് 0 ആണ്. ബാക്കി 2 ടേംസേ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളൂ. ദെൻ അത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ c1 1 by z minus i dz ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് c1 എന്നുള്ള സർക്കിളിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എഴുതുകയാണ്. c1ൻ്റെ സെൻറ്റർ എന്തായിരുന്നു? i ആയിരുന്നു. റേഡിയസ് 1/2 ആയിരുന്നു. അപ്പോൾ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ത് വരും? z ഓഫ് t ഈക്വൽ ടു i പ്ലസ് r e raised to it ആണ്. ഈ സെൻറ്ററാണ്. z0 പ്ലസ് r e raised to it ആണ്
സെറ്റ് നോട്ട് സെൻറ്റർ ആൻഡ് റേഡിയസ് ആറുള്ള സർക്കിളിൻ്റെ പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ C1 എന്നുള്ളതിന് I ആണ് സെൻറ്റർ, റേഡിയസ് 1/2. അപ്പോൾ സെറ്റ് ഓഫ് ടി ഈക്വൽ ടു I + 1/2 e⁻ എന്ന് വരും. റേഞ്ച് എന്താണ്? 0 to 2π, 0 ≤ t ≤ 2π. ദെൻ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C1 1/z - I dz ഈസ് ഇൻ്റഗ്രൽ 0 to 2π 1 ഡിവൈഡഡ് ബൈ എന്താണ് എഫ് ഓഫ് സെഡ് ഓഫ് ടി ആണ് അല്ലേ. അപ്പോൾ സെഡിന് എഫ് ഓഫ് സെഡ് 1/z - I ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്താവും 1/z(t - I) എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു z' dt ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π 1 ഡിവൈഡഡ് ബൈ സെഡ് ഓഫ് ടി എന്താണ് I + 1/2 e⁻ ആണ്. ദെൻ സെഡ് ഓഫ് ടി - I എന്താവും 1/2 e⁻ ഇൻറ്റു z'. സെഡ് ഓഫ് ടി നമുക്കുണ്ട്, z' നമുക്ക് പറയാം. z' ഈ I + 1/2 e⁻ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ദാറ്റ് ഈസ് 1/2 e⁻ ഇൻറ്റു I വരും. അപ്പോൾ എന്ത് വരും? I/2 e⁻ അതാണ് z'. ദെൻ dt വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേഷൻ. ദെൻ വി ഹാവ് ഇൻ്റഗ്രൽ 0 to 2π I dt 1/2 കട്ടാവും. 1/2 ഡിനോമിനേറ്ററിലും ഉണ്ട്, 1/2 ന്യൂമറേറ്ററിലും ഉണ്ട്. അപ്പോൾ അത് കട്ടാവും. അപ്പോൾ I ദെൻ e⁻ കട്ടാവും. അപ്പോൾ I മാത്രമേ ഉള്ളൂ. I dt ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? I ഇൻറ്റു ടി വിതിൻ ദ ലിമിറ്റ് 0 to 2π. സോ വി ഹാവ് 2πi. അപ്പോൾ ഒരു ഇൻ്റഗ്രൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ആ ഇൻ്റഗ്രൽ അതായത് ഇൻ്റഗ്രൽ ഓവർ C1 1/z - I dz ഈസ് 2πi. അതായത് ഈ ഒരു ഇൻ്റഗ്രലാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത്. ഇതിൻ്റെ വാല്യൂ എന്താണ്? 2πi. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ C2വിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ, C2വിൻ്റെ സെൻറ്റർ എന്തായിരുന്നു? -I ആയിരുന്നു, റേഡിയസ് 1/2 ആയിരുന്നു. അപ്പോൾ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ത് വരും? സെഡ് ഓഫ് തീറ്റ അല്ലെങ്കിൽ സെഡ് ഓഫ് ടി തന്നെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. C1 ഓൾറെഡി ടി യൂസ് ചെയ്ത കാരണമാണ് C2വിന് തീറ്റ എടുത്തത്. അതെങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, സെയിം തന്നെ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സെഡ് ഓഫ് തീറ്റ ഈക്വൽ ടു -I + 1/2 e⁻ തീറ്റ 0 ≤ θ ≤ 2π. Then closed integral over C2 1/z + I dz is equal to integral 0 to 2π. ഇവിടെ f of z 1/z + I ആണ്. അപ്പോൾ f of z of t എന്താവും? 1/f of z of θ. തീറ്റയാണ് പാരാമീറ്റർ. അപ്പോൾ f of z of θ അതെന്താവും? 1/z of θ + I into z' θ dθ. That is equal to integral 0 to 2π. z of θ plus I എന്താണ്? 1/2 e⁻ ആണ്. അപ്പോൾ 1/2 e⁻ into z' θ എന്താണ് വരിക? I/2 e⁻ dθ. That is equal to integral 0 to 2π. ഈ 1/2 കട്ടാവും, then e⁻ കട്ടാവും. Then we have integral 0 to 2π I dθ. That is equal to 2πi. Then ഇനി നമുക്ക് വേണ്ടത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C dz/z² + 1. That is equal to എന്താണ്? That is equal to 1/2i into ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C1 1/z - I dz. അതിൻ്റെ വാല്യൂ നമ്മൾ 2πi ആണെന്ന് ഇവാലുവേറ്റ് ചെയ്തു. ദെൻ 1/2i into 2πi. ദെൻ ഈ ടേം 0 ആണ്, ഈ ടേമും 0 ആണ്. ദെൻ നെക്സ്റ്റ് വി ഹാവ് -1/2i into ഇത് ഈ രണ്ട് ടേംസ് 0 ആയി. ദെൻ -1/2i into ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C2 1/z + I dz. അതും 2πi ആണെന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ -1/2i into 2πi. ആൻസർ എന്താണ് വരിക? πi 1/2i into 2πi. 2i കട്ടാവുമ്പോൾ പൈ വരും, പൈ അതേപോലെ -π. ഹെൻസ് വി ഹാവ് ആൻസർ ഈസ് 0. Next question, show that if C is any positively oriented closed contour surrounding the origin, closed integral over C 1/z dz is 2πi. അതായത് നമുക്ക് ഇവിടെ ഒരു കോണ്ടൂർ C തന്നിട്ടുണ്ട്. സിയുടെ ഇക്വേഷൻ C എന്താണെന്നൊന്നും തന്നിട്ടില്ല. C ഒരു പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ക്ലോസ്ഡ് കോണ്ടൂർ സറൗണ്ടിങ് ദ ഒറിജിൻ ആണെന്നേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒറിജിൻ എന്നുള്ളത് XY ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ ഒറിജിനിന് ചുറ്റും കിടക്കുന്ന ഒരു കോണ്ടൂറാണ് എന്ത്? C. അപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം? C എന്നുള്ള കോണ്ടൂർ ഒറിജിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കോണ്ടൂറാണ്. ദെൻ നമുക്ക് കാണാനുള്ളത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C 1/z dz ഈസ് 2πi എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സിയുടെ ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളിവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാർട്സ് യൂസ് ചെയ്യാണ്. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? 1/z ആണ് അല്ലേ. 1/z എന്നുള്ള ഫംഗ്ഷൻ ഇലക്ട്രിസിറ്റി എവിടെയാണ് പോണത്? z = 0. ഡിനോമിനേറ്റർ 0 ആവണം പോയിൻ്റ്. അതായത് ഈ ഒറിജിനിലാണ് എന്ത് ചെയ്യുക?
ഫംഗ്ഷൻ 1/z അനലിറ്റിസിറ്റി പോണത്. ദെൻ നമ്മൾ എന്ത് ചെയ്യണു, വേറൊരു കോണ്ടൂർ എടുക്കുകയാണ്, പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് കോണ്ടൂർ. ഈ സിയുടെ ഉള്ളിൽ കടക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഉള്ളിൽ C0 എന്നുള്ള കോണ്ടൂറാണ് എടുക്കുന്നത്. C0ൻ്റെ റേഡിയസ് ചൂസ് ചെയ്യണത്. ദെൻ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേഡിയസ് എന്നുള്ളത് ഒരു R നമ്പർ ചൂസ് ചെയ്യാണ്, R>0. ചൂസ് എ റിയൽ നമ്പർ R>0 സച്ച് ദാറ്റ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് R ലൈസ് കംപ്ലീറ്റ്ലി വിത്തിൻ C. അപ്പം നമ്മൾ C0 എന്നുള്ള സർക്കിളാണ് എടുക്കുന്നത്. C0 എന്നുള്ളത് സർക്കിളാണ്, അതിൻ്റെ റേഡിയസ് R ചൂസ് ചെയ്യണത് സിയുടെ ഉള്ളിൽ കിടക്കുന്ന രീതിയിലാണ്. ദെൻ ഒറിജിൻ സെൻറ്റർ ആക്കിക്കൊണ്ടുള്ള സർക്കിളാണ് C0. അപ്പം നമുക്ക് ദെൻ നമ്മുടെ ഇവിടെ ഫംഗ്ഷൻ 1/z ആയിരുന്നു. ഫംഗ്ഷൻ അനലിറ്റിസിറ്റി z=0 മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ വി ക്യാൻ സേ 1/z ഈസ് അനലിറ്റിക് ഇൻ ദ ക്ലോസ്ഡ് റീജിയൻ കൺസിസ്റ്റിംഗ് ഓഫ് C0 ആൻഡ് C ആൻഡ് ഓൾ പോയിൻറ്റ്സ് ബിറ്റ്വീൻ ദം. അതായത് ഈ ഒരു പാർട്ടിൽ എന്താണ്, ഫംഗ്ഷൻ എഫിന് അനലിറ്റിക് ആണ്. അതായത് ഒറിജിനിൽ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള പാർട്ട് C0ഉം Cയും ദെൻ അതിൻ്റെ ഇടയിലത്തെ പോയിൻറ്റ്സും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഫംഗ്ഷൻ എഫ് ഈസ് അനലിറ്റിക്. ദെൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്ത്സ് എന്ത് പറയാം, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C 1/z dz എന്തായിരിക്കും, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C0 1/z dz ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സിയുടെ ഇക്വേഷൻ നമുക്ക് അറിയില്ല. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ അറിയില്ല. പക്ഷേ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C0 1/z നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ അറിയാം. എന്തുകൊണ്ടാണ്, C0 എന്നുള്ളത് സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് R ആണ്. അപ്പോൾ അതിൻ്റെ പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം. അപ്പോൾ C0 എന്നുള്ളതിൻ്റെ പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ എന്താണ്, C0 അതിൻ്റെ ഇക്വേഷനാണ്, പാരാമീറ്റർ റെപ്രസെൻറ്റേഷനാണ് z(t) = R e⁻⁷it 0 ≤ t ≤ 2π. Then closed integral over C0 1/z dz is closed integral over C0 f of z(t) z' dt. ഇതിൽ f of z എന്ന് പറയുന്നത് എന്താണ്, 1/z ആണ്. അപ്പോൾ f of z(t) എന്തായിരിക്കും, 1/z(t). f of z(t) is 1/z(t). Then z(t) എന്താണ്, R e⁻⁷it ആണ്. നമുക്ക് എങ്ങനെ എഴുതാം, 1/z(t) എന്നുള്ളത് 1/R e⁻⁷it, that is 1/R e⁻⁻it. Then z'(t) എന്താണ്, z'(t) അതായത് z(t)യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t ചെയ്യണം. അപ്പോൾ R into I e⁻⁷it. Then closed integral over C0 1/z dz, that is equal to എന്താണ്, integral 0 to 2π f of z(t) z'(t) dt, that is equal to integral 0 to 2π f of z(t) നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട് 1/R e⁻⁻it. Then z'(t) R I e⁻⁷it dt, that is equal to, then ഈ R കട്ടാവും, e⁻⁻it into e⁻⁷it 1 ആണ്. അപ്പോൾ integral 0 to 2π I dt, that is equal to I into t within the limit 0 to 2π. അപ്പോൾ ആൻസർ എന്താണ് വരിക, I into 2π minus 0. So we have 2πi. ഇൻ്റഗ്രൽ വാല്യൂ 2πi എന്ന് കിട്ടി. ദെൻ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C0 1/z dz ആണ് 2πi കിട്ടിയത്. ദെൻ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C 1/z dz ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. ദെൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാർട്സ് നമ്മൾ എന്ത് പറയേണ്ടത്, ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C0 1/z dz ആൻഡ് വി ഹാവ് ദിസ് വാല്യൂ, ദിസ് ഇസ് ഈക്വൽ ടു 2πi. നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, show that if z0 is any constant complex number interior to any simple closed contour C, then closed integral over C 1/z minus z0 raised to n dz is 2πi if n equal to 1, 0 if n is an integer not equal to 1. അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഫംഗ്ഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനാണ് എന്താണ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C 1/z minus z0 raised to n dz. f of z എന്നുള്ള ഫംഗ്ഷനാണ് 1/z minus z0 raised to n. ദെൻ ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിന് അനലിറ്റിസിറ്റി പോണത് എവിടെയാണ്, അനലിറ്റിസിറ്റി പോണത് ഡിനോമിനേറ്റർ 0 ആവണ പോയിൻറ്റ്സ്, അതായത് z minus z0 raised to n 0 ആവണ പോയിൻറ്റ്, അതായത് z minus z0 0 ആവണ പോയിൻറ്റ്, അതായത് z equal to z0. z0 എന്നുള്ള പോയിൻറ്റിലാണ് അപ്പോൾ എന്ത് വരുന്നത്, ഫംഗ്ഷന് f of z എന്നുള്ള ഫംഗ്ഷന് അനലിറ്റിസിറ്റി പോണത്.
അപ്പം നമ്മളിവിടെ എക്സ് ആൻഡ് വൈ ആക്സസ് കൺസിഡർ ചെയ്യാണ്. സെറ്റ് നോട്ട് എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ ആണ് എന്ന് തന്നിട്ടുണ്ടല്ലേ. സെറ്റ് നോട്ട് ഈസ് എനി കോംപ്ലക്സ് നമ്പർ ഇൻറ്റീരിയർ ടു എനി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി. അപ്പോൾ സെറ്റ് നോട്ട് എന്നുള്ളത് ഒരു കോംപ്ലക്സ് നമ്പറാണ്. അത് എവിടെയാണ് കിടക്കുന്നത്? സി എന്നുള്ള ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1/z-z0 ഡി സെഡ് ആണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് സിയുടെ ഫോർമുലയൊന്നും അറിയില്ല. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യും? സെറ്റ് നോട്ടിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരു പെർട്ടിക്കുലർ റേഡിയസ് ആർ ഗ്രേറ്റർ ദാൻ 0 ഉള്ള ഒരു സർക്കിൾ സി നോട്ട് കൺസിഡർ ചെയ്യാണ്. ദെൻ റേഡിയസ് ചൂസ് ചെയ്യണത് സി നോട്ട് എന്നുള്ള സർക്കിൾ സിയുടെ ഉള്ളിൽ കിടക്കുന്ന രീതിയിലാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ ഒരു ബിറ്റ്വീൻ സി ആൻഡ് സി നോട്ട് ക്ലോസ്ഡ് റീജിയൻ കൺസിഡർ ചെയ്യണം. അതായത് സിയുടെയും സി നോട്ടിൻ്റെയും ബൗണ്ടറിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കുക. അപ്പോൾ ഈ ഒരു ക്ലോസ്ഡ് റീജിയനിൽ 1/z-z0 എന്ത് വരും? അനലറ്റിസിറ്റി വരും. എന്തുകൊണ്ടാണ്? സെറ്റ് നോട്ട് എന്നുള്ള പോയിന്റിൽ മാത്രമേ ഫംഗ്ഷൻ അനലറ്റിസിറ്റി പോകുന്നുള്ളൂ. അപ്പോൾ സിയുടെയും സി നോട്ടിൻ്റെയും ഇടയിലുള്ള പോയിൻറ്റ്സിലും സിയുടെയും സി നോട്ടിൻ്റെയും ബൗണ്ടറി പോയിൻറ്റ്സിലും എന്ത് വരുന്നുണ്ട്? ഫംഗ്ഷന് അനലറ്റിസിറ്റി വരും. അതായത് f of z equal to 1/z-z0 is analytic in the closed region consisting of c naught and c and all points between them. Then by principle of deformation of paths നമുക്ക് എന്ത് പറയാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1/z-z0 dz is equal to ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി നോട്ട് 1/z-z0 dz. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞതിന് പകരം എന്ത് കണ്ടാൽ മതി? ഇൻ്റഗ്രൽ ഓവർ സി നോട്ട് കണ്ടാൽ മതി. സി നോട്ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സി നോട്ടിൻ്റെ സെൻറ്റർ സെറ്റ് നോട്ടാണ്, റേഡിയസ് ആറാണ്. അപ്പോൾ പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ ഓഫ് സി നോട്ട് എന്താണ്? സെറ്റ് ഓഫ് ടി ഈക്വൽ ടു സെറ്റ് നോട്ട് പ്ലസ് ആർ ഇ റേസ് ടു ഐ ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ദെൻ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി നോട്ട് 1/z-z0 dz. സോറി 1/z-z0 dz is equal to എന്ത് വരും? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി നോട്ട്. ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 1/z-z0 ആണ്. എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π. അതായത് പാരാമീറ്ററിൻ്റെ റേഞ്ച് എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ടി ഡി ടി. ഇനി എന്താണ് എഫ് ഓഫ് സെഡ് ഓഫ് ടി? എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് എന്തായിരുന്നു? 1/z-z0 ആണ്. എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്താണ്? 1/z(t-z0) ദാറ്റ് ഈസ് ഈക്വൽ ടു 1/z ഓഫ് ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സെഡ് ഓഫ് ടി എന്നുള്ളത് സെറ്റ് നോട്ട് പ്ലസ് ആർ ഇ റേസ് ടു ഐ ടി ആണ്. അപ്പോൾ സെഡ് ഓഫ് ടി മൈനസ് സെറ്റ് നോട്ട് എന്താവും? ദാറ്റ് ഈസ് ആർ ഇ റേസ് ടു ഐ ടി റേസ് ടു എൻ വരും. സെഡ് ഓഫ് ടി മൈനസ് സെറ്റ് നോട്ട് റേസ് ടു എൻ എന്ന് പറയുമ്പോൾ ആർ ഇ റേസ് ടു ഐ ടി റേസ് ടു എൻ വരും. ദാറ്റ് ഈസ് ആർ റേസ് ടു എൻ ഇ റേസ് ടു ഐ എൻ ടി. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് 1/r റേസ് ടു എൻ ഇ റേസ് ടു ഐ എൻ ടി. ഇനി സെഡ് ഡാഷ് ടി എന്താണ്? സെഡ് ഡാഷ് ടി ഈസ് ആർ ഐ ഇ റേസ് ടു ഐ ടി. അതായത് സെഡ് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം എഫ് ഓഫ് സെഡ് ഓഫ് ടിക്കും സെഡ് ഡാഷ് ടിക്കും. Then we have closed integral over c naught 1/z-z0 raised to n is integral 0 to 2π f of z of t z dash t dt, that is equal to integral 0 to 2π f of z of t, that is 1/r raised to n e raised to I n t into z dash t, that is r I e raised to I t dt. Then that is equal to എന്ത് വരും? I divided by ഈ r ഒരെണ്ണം ന്യൂമറേറ്ററിലുണ്ട്, r raised to n ഡിനോമിനേറ്ററിലുണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിൽ r raised to n - 1 വരും. ഇൻ്റഗ്രൽ 0 to 2π e raised to I n t ഡിനോമിനേറ്ററിലും e raised to I t എന്തിലാണ്? ന്യൂമറേറ്ററിലും. അപ്പോൾ e raised to I n t ഡിനോമിനേറ്ററിലുള്ളതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? e raised to -I n t ആവും. ദെൻ ന്യൂമറേറ്ററിൽ എന്തും കൂടി ഉണ്ട്? e raised to I t ഉണ്ട്. ദെൻ ഇതിന് രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് എഴുതാം? e raised to -I into n - 1 t dt. Then that is equal to I by r raised to n - 1. Then ഇതിൻ്റെ ഇൻ്റഗ്രൽ e raised to -I n - 1 t യുടെ ഇൻ്റഗ്രൽ എന്താണ്? e raised to -I n - 1 t into divided by -I into n - 1 within the limit 0 to 2π. അതായത് I by r raised to n - 1 into minus e raised to -I n - 1 t divided by I into n - 1 within the limit 0 to 2π. ഇനി നമ്മൾ റേഞ്ച് കൊടുക്കുകയാണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു, ദെൻ ഈ ഐ കട്ട് ചെയ്യാം, ദെൻ നെഗറ്റീവ് വരുന്നുണ്ട്. ദെൻ നെഗറ്റീവ് വരുന്ന കാരണം നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റിന് വരാൻ ലോവർ ലിമിറ്റ് മൈനസ് അപ്പർ ലിമിറ്റ് ചെയ്യണം, നെഗറ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ എന്ത് വരും? 1/r
ആർ റേസ് ടു എൻ മൈനസ് വൺ, ഈ എൻ മൈനസ് വൺ കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തെടുത്തു, ഇൻറ്റു ഇ റേസ് ടു 0, അതാണ് ലോവർ ലിമിറ്റ്, മൈനസ് ഇനി അപ്പർ ലിമിറ്റ് വരുമ്പോൾ എന്ത് വരും, ഇ റേസ് ടു മൈനസ് ഐ എൻ മൈനസ് വൺ 2π. ഇതിൽ ഇ റേസ് ടു 0യുടെ വാല്യൂ എന്താണ്, 1 ആണ്. ഇ റേസ് ടു മൈനസ് ഐ എൻ മൈനസ് വൺ 2π, അതെന്താണ്, കോസ് ഓഫ് എൻ മൈനസ് വൺ 2π മൈനസ് ഐ സൈൻ ഓഫ് എൻ മൈനസ് വൺ 2π. ദെൻ കോസിൻ്റെ മൾട്ടിപ്പിൾ ഓഫ് 2π എന്താണ് വാല്യൂ വരിക, 1 വരും. സൈനിന് മൾട്ടിപ്പിൾ ഓഫ് 2π വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ 1 മൈനസ് ഐ 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ ഈ ബ്രാക്കറ്റ് ടേം നോക്കുകയാണെങ്കിൽ 1 മൈനസ് 1 ആണ് വരിക, അപ്പോൾ 0 ആൻസർ കിട്ടും. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി നോട്ട് 1 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് റേസ് ടു എൻ ഡി സെഡ് ഈസ് 0. ദെൻ നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഈ ഇൻ്റഗ്രൽ വാല്യൂ എൻ നോട്ട് ഈക്വൽ ടു 1 ആവണ കേസിലാണ്. എന്തുകൊണ്ടാണ്, ഇവിടെ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ എൻ മൈനസ് 1 വരുന്നുണ്ട്. അപ്പോൾ ഡിനോമിനേറ്റർ ടേം നോൺ 0 ആയിരിക്കണം, എന്നാലേ ഡിഫൈൻഡ് ആവുള്ളൂ. അപ്പോൾ എൻ മൈനസ് 1 നോട്ട് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എൻ നോട്ട് ഈക്വൽ ടു 1. എൻ നോട്ട് ഈക്വൽ ടു 1 ആവുന്ന കേസിലാണ് ഈ ഒരു ഇൻ്റഗ്രൽ കിട്ടിയത്. ഇനി എൻ ഈക്വൽ ടു 1 ആവുന്ന കേസിൽ എന്താണ് ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി നോട്ട് 1 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് റേസ് ടു എൻ ഡി സെഡ് നോക്കാം. ഇവിടെ ഇൻ്റഗ്രൽ ഓവർ സി നോട്ട് 1 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് റേസ് ടു എൻ ഡി സെഡ് എന്താണ്, ഇൻ്റഗ്രൽ 0 ടു 2π. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഐ ബൈ ആർ റേസ് ടു എൻ മൈനസ് 1 ഇൻ്റഗ്രൽ 0 ടു 2π ഇ റേസ് ടു മൈനസ് ഐ എൻ മൈനസ് 1 ടി ഡി ടി. അതാണ് ഇവിടെ എഴുതിക്കുന്നത് 1 ബൈ ആർ റേസ് ടു എൻ മൈനസ് 1 ഇൻ്റഗ്രൽ 0 ടു 2π ഇ റേസ് ടു മൈനസ് ഐ എൻ മൈനസ് 1 ടി ഡി ടി. ഇതിൽ എന്നിൻ്റെ വാല്യൂ ആണ് 1 വരുന്നത്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഐ 1 മൈനസ് 1 ദാറ്റ് ഈസ് 0 ഇൻറ്റു 0 ടി വരും. അപ്പോൾ ഇ റേസ് ടു 0 ദാറ്റ് ഈസ് 1. ഈ ഒരു ടേം എന്താണ്, 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ദിസ് ഇസ് ഈക്വൽ ടു, അതേമാതിരി ഇവിടെ എൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. അപ്പോൾ ആർ റേസ് ടു 1 മൈനസ് 1, അപ്പോൾ ആർ റേസ് ടു 0 വരും, അത് 1 ആണ്. അപ്പോൾ ഐ ബൈ 1, അതായത് ഐ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 2π ഡി ടി എന്ന് വരും. ദെൻ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരും, ടി വിത്തിൻ ദ ലിമിറ്റ് 0 ടു 2π. ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ ആൻസർ 2π കിട്ടും. ദെൻ ഇവിടെ ഒരു ഐ ഉണ്ട്, ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2π ഐ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി നോട്ട് 1 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് റേസ് ടു എൻ, ഈ വാല്യൂ എൻ ഈക്വൽ ടു 1 ആവുന്ന കേസിൽ 2π യും എൻ നോട്ട് ഈക്വൽ ടു 1 ആവുന്ന കേസിൽ എന്താണ് 0യുമാണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി സെഡ് മൈനസ് സെഡ് നോട്ട് റേസ് ടു എൻ ഡി സെഡ്, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി നോട്ട് 1 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് റേസ് ടു എൻ ഡി സെഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, 0 ഇഫ് എൻ നോട്ട് ഈക്വൽ ടു 1 ആൻഡ് 2π ഇഫ് എൻ ഈക്വൽ ടു 1. നമുക്ക് ഇതായിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, ഇവാലുവേറ്റ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 5z പ്ലസ് 7 ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 2z മൈനസ് 3 ഡി സെഡ് വേർ സി ഇസ് ദ സർക്കിൾ മോഡ് സെഡ് മൈനസ് 2 ഈക്വൽ ടു 2. ഇവിടെ നമ്മുടെ എഫ് ഓഫ് സെഡ് എന്താണ്, എഫ് ഓഫ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ 5z പ്ലസ് 7 ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 2z മൈനസ് 3 ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഡിനോമിനേറ്ററിനെ നമ്മൾ സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് പ്ലസ് 3 എന്ന് മാറ്റി എഴുതാണ്. അപ്പോൾ എന്താവും 5z പ്ലസ് 7 ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് പ്ലസ് 3. ദെൻ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മളിതിനെ മാറ്റി എഴുതുകയാണ്. അതായത് 5z പ്ലസ് 7 ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് പ്ലസ് 3, ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ദിസ് ഇസ് ഈക്വൽ ടു എ ബൈ സെഡ് മൈനസ് 1 പ്ലസ് ബി ബൈ സെഡ് പ്ലസ് 3 എന്ന് എഴുതാം. ദെൻ 5z പ്ലസ് 7 ദാറ്റ് വിൽ ബി ഈക്വൽ ടു എ ഇൻറ്റു സെഡ് പ്ലസ് 3 പ്ലസ് ബി ഇൻറ്റു സെഡ് മൈനസ് 1. ദെൻ സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് 3 എന്ന് കൊടുത്താൽ നമുക്ക് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതെന്തായിരിക്കും വരിക, മൈനസ് 15 പ്ലസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 8 ഈക്വൽ ടു എന്ത് വരും, 0 പ്ലസ് മൈനസ് 4 ബി. അപ്പോൾ ബിയുടെ വാല്യൂ 2 ആണെന്ന് കിട്ടും. അതേപോലെ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ സെഡിന് എന്ത് കൊടുക്കാം, എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സെഡിന് 1 എന്ന് കൊടുക്കാം. ദെൻ നമുക്ക് 6 പ്ലസ് 7 13 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, എ ഇൻറ്റു 4a. സോ 5 പ്ലസ് 7 ദാറ്റ് ഈസ് 12.
5 പ്ലസ് 7 ആണ്. സെറ്റ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് വരുന്നത് 5 പ്ലസ് 7 12 ആണ് കേട്ടോ. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് 12/4 ദാറ്റ് ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ എയും ബിയും കിട്ടിയാൽ ഇവിടെ എക്കും ബിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ 5 സെറ്റ് പ്ലസ് 7 ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് 1 ഇൻറ്റു സെറ്റ് പ്ലസ് 3 നമുക്ക് എങ്ങനെ എഴുതാം? 3/(z-1) പ്ലസ് ബിയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ 2/(z+3) അങ്ങനെ എഴുതാം. ദെൻ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 5z പ്ലസ് 7/z² പ്ലസ് 2z-3 dz ദാറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 3 ഇൻറ്റു ഇത് നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 3 ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1/z-1 dz പ്ലസ് 2 ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1/z+3 dz. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് നമ്മൾ ആദ്യം ഈ ഒരു ഇൻ്റഗ്രലിനെ രണ്ട് ഇൻ്റഗ്രൽസിൻ്റെ സമ്മായിട്ട് മാറ്റി എഴുതി. ദെൻ നമ്മുടെ സർക്കിൾ എന്താണ്? ഈ രണ്ട് ഇൻ്റഗ്രൽസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സർക്കിൾ, നമ്മുടെ സി എന്നുള്ള സർക്കിൾ എന്താണ്? mod z-2 ഈക്വൽ ടു 2. ദെൻ ഇത് സർക്കിളാണ്. സർക്കിളിൻ്റെ സെൻറ്റർ വരുന്നത് 2 0 എന്നുള്ള പോയിൻറ്റും റേഡിയസ് വരുന്നത് എന്താണ്? 2 ആണ്. 2 0 റേഡിയസ് ആൻഡ് 2 0 സെൻറ്റർ ആൻഡ് റേഡിയസ് 2. ദെൻ നമുക്ക് ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഇനി 1/z-1 ആണ് നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ. ഫസ്റ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ 1/z-1ൻ്റെ അനലിറ്റിസിറ്റി നോക്കണം. അപ്പോൾ 1/z-1 എന്താണ്? അറ്റ് z ഈക്വൽ ടു 1 മാത്രമേ അനലിറ്റിസിറ്റി പോകുള്ളൂ. 1/z-1 ഈസ് അനലിറ്റിക് എവരിവെയർ എക്സെപ്റ്റ് അറ്റ് z ഈക്വൽ ടു 1. ദെൻ z ഈക്വൽ ടു 1 എന്നുള്ള പോയിൻ്റ്, അതായത് mod z-1 ഈക്വൽ ടു mod z-2 ഈക്വൽ ടു 2, അതായത് 2 0 സെൻറ്ററും റേഡിയസ് 2ഉം ആണ്. mod z-2 ഈക്വൽ ടു 2 എന്നുള്ള സർക്കിൾ, ഇതാണ് നമുക്ക് സി എന്നുള്ള സർക്കിൾ തന്നിരിക്കുന്നത്. അപ്പോൾ 1 എന്നുള്ള പോയിൻ്റ് നോക്കുകയാണെങ്കിൽ എവിടെയാണ് വരിക? 1 എന്നുള്ള പോയിൻ്റ്, ഇത് 2 0 എന്നുള്ള പോയിൻ്റാണ്. അപ്പോൾ 1 എന്നുള്ള പോയിൻ്റ് എവിടെയാണ് വരിക? ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് വരിക. ദെൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാർട്സ് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1/z-1 dz. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1/z-1 dz. അതെന്താണ്? n ഈക്വൽ ടു 1 ആവുന്ന കേസിൽ 2πi ആണ്. n നോട്ട് ഈക്വൽ ടു 1 ആവുന്ന കേസിൽ 0 ആണ്. വേർ സി ഈസ് എനി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആൻഡ് സെറ്റ് നോട്ട് ഈസ് എനി കോൺസ്റ്റൻറ്റ് കോംപ്ലക്സ് നമ്പർ ഇൻറ്റീരിയർ ടു സി. അപ്പോൾ ഇവിടെ നമുക്ക് സി എന്നുള്ള സർക്കിളിൻ്റെ ഉള്ളിലാണ് സെറ്റ് നോട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ പോയിൻ്റ് ഏതാണ്? 1 എന്നുള്ള പോയിൻ്റ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 1/z-1 dz. എന്നിൻ്റെ വാല്യൂ ഇവിടെ 1 ആണ് വരുന്നത്. 1/z-n dz. സെറ്റ് നോട്ടിൻ്റെ വാല്യൂ 1 ആണ്, എന്നിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 2πi ബൈ പ്രീവിയസ് പ്രോബ്ലം. ഇനി അതേമാതിരി അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ വാല്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 2πi. ഇനി ഈ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് 1/z+3 ആണ് നമ്മുടെ ഫംഗ്ഷൻ. ദെൻ ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിൻ്റ് ഏതാണ്? z ഇസ് ഈക്വൽ ടു -3 ആണ്. ദെൻ നമ്മുടെ സർക്കിൾ സി എന്താണ്? സി എന്നുള്ള സർക്കിൾ 2 0 സെൻറ്ററും റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളാണ്. അപ്പോൾ 3 എന്നുള്ള ഇവിടെ പോയിൻ്റ് ഏതാണ്? -3 എന്നുള്ള പോയിൻ്റ് ഏതാണ് വരുന്നത്? ഈ സർക്കിളിൻ്റെ പുറത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വിത്തിൻ ആൻഡ് ഓൺ ദ സർക്കിൾ സി f of z is equal to 1/z+3 is analytic. Then by Cauchy Goursat theorem closed integral over c 1/z+3 dz is 0. അപ്പോൾ നമുക്ക് രണ്ട് ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്തു. ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 2πi ആണെന്ന് കിട്ടി. ദെൻ ഈ ഇൻ്റഗ്രൽ വാല്യൂ എന്താണ്? 0 ആണെന്ന് കിട്ടി. ദെൻ വി ഹാവ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 5z + 7 ഡിവൈഡഡ് ബൈ z² + 2z-3 dz ഈസ് 3 ഇൻറ്റു 2πi, അതായത് ഫസ്റ്റ് ഇൻ്റഗ്രൽ വാല്യൂ 2πi ആണ്, പ്ലസ് 2 ഇൻറ്റു സെക്കൻഡ് ഇൻ്റഗ്രൽ വാല്യൂ 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 6πi.